Good morning, ma'am. Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, teacher. Okay, good morning, all. So, classes start ചെയ്യാം നമുക്ക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ എടുത്തത്. അപ്പൊ അതില് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വായിച്ചത് അല്ലെങ്കിൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും വായിക്കുന്നുണ്ടോ? കൃത്യമായിട്ട് ടീച്ചറെ അതിനുമ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നു. ഡൗട്ടോ എന്താണെന്ന് ചോദിച്ചോളൂ. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഡൗട്ടാണോ? അതല്ല, പഠിപ്പിക്കുന്നതിനെ പറ്റിയല്ല ടീച്ചറെ. പിന്നെന്താണോ ചോദിച്ചോളൂ. ടീച്ചറെ ഈ PGയും ഡിപ്ലോമയുടെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരുന്നു, അതിനെ പറ്റിയുള്ള ഡൗട്ടാണ്. കേട്ടോ, നമ്മള് എന്തായാലും നമുക്ക് PG ചെയ്യുന്നതിന് നിങ്ങൾ ഡിപ്ലോമയും കൂടി ചെയ്യുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ അത് കുറച്ചും കൂടി നമ്മൾ പറഞ്ഞു PGയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ടഫാണ് പഠിക്കാൻ, അല്ലെ? അപ്പൊ രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി എക്സാമിന് പ്രിപ്പയർ ആവുന്നവരുണ്ട് കുറച്ച് പേര്. അപ്പൊ നിങ്ങള് മാക്സിമം എല്ലാ ക്ലാസ്സും കാണണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോ ഡിപ്ലോമയ്ക്ക് വേണ്ടിയിട്ടും പ്രിപ്പറേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ റെക്കോർഡ് ക്ലാസ്സുകൾ കാണാം. ഓക്കെ, അല്ല ടീച്ചറെ, ഇതിപ്പോ രണ്ടെണ്ണം കൂടെ ഇങ്ങനെയൊന്ന് ഇത് ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. അത് മാത്രമല്ല, ഒരുപാട് പേർക്ക് എക്സാമുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അറിയാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നേരിട്ട് പറയുക, കാരണം ഞങ്ങൾക്ക് ഇത് എടുക്കാന്നുള്ളതാണ് ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി. അത് രണ്ടുമൂന്ന് തവണ പറഞ്ഞു. ഞങ്ങൾക്ക് അപ്പോഴ് റിവിഷൻ ക്ലാസ് തരുമെന്ന് പറഞ്ഞായിരുന്നു. റിവിഷൻ ഭാഗം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഞങ്ങൾക്ക് ഇപ്പം 6-7 ബാച്ചിന് റിവിഷൻ ക്ലാസ് കൊടുത്തെന്ന് വെച്ചോ വേണം. അപ്പോഴും ഞങ്ങൾക്ക് 8-9 ബാച്ചിന് ഞങ്ങൾക്ക് അപ്പൊ എക്സാം ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോണം. എന്തായാലും അതിനൊരു സൊല്യൂഷൻ നമ്മൾ കാണും. ഇത് ഓരോരുത്തർക്കും സെപ്പറേറ്റ് റിവിഷൻ ക്ലാസ് എന്തായാലും തരത്തില്ലല്ലോ മാഡം. ഒറ്റ റിവിഷൻ ക്ലാസ് അല്ലേ കാണത്തുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് കിട്ടാതെ വരത്തില്ല മാഡം. നമുക്കിത് റെക്കോർഡ് ആണല്ലോ, കാരണം നിങ്ങൾ ഡെയിലി ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യില്ല, ഇതിൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ലിങ്ക് വരുന്നുണ്ടല്ലോ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്. പിന്നെ നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ കയറിയിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ അതിന്റെ റെക്കോർഡ് ക്ലാസ് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഓപ്ഷൻ ഉണ്ടെങ്കിലും ഡിപ്ലോമയുടെ ഇത് കിടക്കുന്നുണ്ടല്ലോ മാഡം, അതിന്റെ എക്സാം നോക്കണ്ടേ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് ടോമിന്റെ പ്രശ്നം. എന്റെ മാത്രമല്ല മാഡം, ഇത് കോമൺ പ്രശ്നമാണ്. എല്ലാവരുടെയും ഞങ്ങള് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇത് എല്ലാവർക്കും ഉള്ളതുമാണ്. ഞാനിത് പറഞ്ഞതേ ഉള്ളൂ, ബാക്കിയുള്ളവരുടെ ഒപ്പീനിയനും കൂടെ വേണം ചോദിച്ചു നോക്കുക. എല്ലാവർക്കും പറ്റുന്നില്ല. അത് മാത്രമല്ല, ഒറ്റ മണിക്കൂർ മാത്രം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ളൂ. പെട്ടെന്ന് ഫുഡ് കഴിക്കുന്നു, വീണ്ടും വരുന്നു, നേരെ വന്ന് ഇത് എനിക്കാണെങ്കിൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റത്തില്ല. അത് മാത്രമല്ല, നെറ്റിന്റെ ഇഷ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ പ്രോബ്ലം ഉണ്ട്. തീരെ പാടാണ് മേഡം ഇത് ഭയങ്കരമായിട്ട്. ഇത് 1 മണിക്കൂറാണെങ്കിൽ പിന്നെ നമുക്ക് പറ്റും. ഇത് 2 മണിക്കൂർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. എനിക്കറിയില്ല എന്താ മീൻസ് നമ്മള് റെക്കോർഡ്, ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എക്സാമിന്റെ ടൈം ആണെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാനുള്ള ഒരു ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് അതിനായിട്ടുള്ള റിവിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ തരും എന്തായാലും. ഇനി ഇതിനെ കുറിച്ചുള്ള ഡൗട്ട് ഒന്നും ക്ലിയർ ചെയ്യേണ്ടത് ഞാനല്ല,
അപ്പൊ അത് ഇനി ഇഷ മാം വരുമ്പോ ഇഷ മാമിനോട് ചോദിക്കാം. കാരണം ഇഷ മാം ഡീറ്റെയിൽസും ഇൻട്രൊഡക്ഷൻ ക്ലാസ് എല്ലാ ടീച്ചർമാരും തന്നെ പറയുന്നത്. അടുത്ത ടീച്ചർ വരുമ്പോ ആ ടീച്ചർ പറയും ഈ ടീച്ചറിനോട് ചോദിക്കും, ഈ ടീച്ചർ വരുമ്പോ ആ ടീച്ചറിനോട് ചോദിക്കുന്നു. ഇതെല്ലാം പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞങ്ങളിതിപ്പോ എങ്ങനെ ഇത് ക്യാരി ചെയ്യണമെന്ന് മാഡം തന്നെ ഒന്ന് പറഞ്ഞു തരും. ടീച്ചറെ ഒന്ന് പറഞ്ഞു തരും. സൊല്യൂഷൻ നമുക്ക് ഉണ്ടാകാം കേട്ടോ. വേറെ ആർക്കും ഒരു ഒപ്പീനിയനും ഇല്ല. വേറെ ആരും ഒന്നും ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. മതിയോ? ജസ്റ്റ് നമ്മുടെ പോർഷൻസ് ഒന്ന് എടുക്കണ്ടേ? അപ്പോഴത്തേനും ടീച്ചർ പോവുകയും ചെയ്യും. അത് കഴിയുമ്പോൾ ടീച്ചർ പോവല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത അത്ര ഒന്ന് ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് തുടങ്ങി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത വരെ ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം. നിഷ എന്ന് പറയുന്ന ഒരു കുട്ടി വന്നു. ആ കുട്ടിക്കാണെങ്കിൽ ചിലപ്പോൾ മെയ് ബാച്ച് ആയിരിക്കും. ആ കുട്ടി ഡിപ്ലോമ ഓൾറെഡി കഴിഞ്ഞായിരിക്കും. അവർക്കെല്ലാം നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഞങ്ങൾ ഡിപ്ലോമ പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ മേഡം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ഒന്നും പിടികിട്ടുന്നില്ല. ഞങ്ങൾക്കാണെങ്കിൽ ചിലതൊന്നും ഒന്നും മനസ്സിലാവുന്നേ ഇല്ല ചില ക്ലാസ്സുകൾ. ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ എടുത്ത അത്രയും ഭാഗം ഒന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പ്ലാനിങ് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ കണ്ടു അല്ലെ. ദെൻ അതിലെ റോൾ പ്രൊഫൈൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ, ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ റോൾ പ്രൊഫൈൽ എന്തൊക്കെയാണെന്ന് പോയിന്റ്സുകളാണ് നമ്മൾ വായിച്ചത്. ദെൻ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അവിടെ വരെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് ഭാഗത്തോട്ട് പോകാം കേട്ടോ. ദെൻ നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് അത്രയും ഡിലേ വരുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അത് നിങ്ങൾ മാക്സിമം, അതാണ് നമുക്കൊരു ഓപ്ഷൻ പറയാനുള്ളത്. റിവിഷൻസ് നിങ്ങൾക്ക് തരും. ദെൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓരോരുത്തർക്കും ഇപ്പൊ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് മേ ബി ക്ലാസ് എക്സാമിന്റെ ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആ റിപ്പോർട്ട് ക്ലാസ്സുകൾ കാണാം. ഓക്കെ, ദെൻ റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. The administrators reports to the governing body or other higher authority such as director of health service, secretary to the government, etc. അഡ്മിനിസ്ട്രേറ്റർ റിപ്പോർട്ട് ചെയ്യുന്നത്, അതായത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്തെങ്കിലും ഹോസ്പിറ്റലിലെ പ്രശ്നങ്ങളോ കാരണങ്ങളൊക്കെ പരാതികളൊക്കെ വരികയാണെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റർ റിപ്പോർട്ട് ചെയ്യുന്നത് നേരെ ഗവേണിംഗ് ബോഡിക്കായിരിക്കും. ഗവേണിംഗ് ബോഡി എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ ഹൈ അതോറിറ്റി, അതായത് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ്. ഈ അഡ്മിനിസ്ട്രേറ്ററിനേലും ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ഡയറക്ടർ, ഹെൽത്ത് സർവീസിലെ ഡയറക്ടർക്കോ അല്ലെങ്കിൽ ആ ഗവൺമെന്റിന്റെ സെക്രട്ടറിക്കൊക്കെ ആയിരിക്കും അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മേളിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പേഴ്സൺസ് റിപ്പോർട്ടിംഗ് ഡയറക്ട്ലി ടു അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്റർക്ക് നേരിട്ട് പരാതി കൊടുക്കുന്നത് ആരൊക്കെയാണെന്ന്, ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അഡ്മിനിസ്ട്രേറ്ററിന് പരാതി കൊടുക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. മെഡിക്കൽ സൂപ്പറിൻഡന്റ്, നഴ്സിംഗ് സൂപ്പറിൻഡന്റ്, അസോസിയേറ്റ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ, കോർഡിനേറ്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാംസ്, പ്രിൻസിപ്പൽ, സ്കൂൾ ഓഫ് നഴ്സിംഗ് വേർ ദർ ഈസ് എ സ്കൂൾ ഓഫ് നഴ്സിംഗ്. അതായത് ഇവരെല്ലാമാണ് നേരിട്ട്, ഇവർക്കെല്ലാം, അതായത് ഇപ്പൊ മെഡിക്കൽ സൂപ്രണ്ടന്റിനും നഴ്സിംഗ് സൂപ്രണ്ടന്റിനും
ഇവർക്കെല്ലാം ഡയറക്റ്റ് ആയിട്ട് അഡ്മിനിസ്ട്രേറ്ററോട് പരാതികൾ പറയാവുന്ന, റിപ്പോർട്ട് ചെയ്യാവുന്ന. ഇപ്പോൾ ഹോസ്പിറ്റലിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ടിന് എന്ത് ചെയ്യാം, നേരിട്ട് ഡയറക്റ്റ്ലി അഡ്മിനിസ്ട്രേറ്ററിന്റെ അടുത്ത് പോയിട്ട് പരാതികൾ പറയാം, റിപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്രണ്ട്, എന്തെങ്കിലും മെഡിക്കൽ സൂപ്രണ്ടും നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറയുന്നത്, നഴ്സിംഗ് സൂപ്രണ്ട് കേട്ടിട്ടുണ്ടാകുമല്ലോ, കേട്ടിട്ടില്ല എല്ലാവരും? നഴ്സിംഗ് സൂപ്രണ്ട് കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറയുന്നത്? സൂപ്രണ്ട് എന്നാണ് നമ്മൾ പറയാറല്ലേ കോമൺ ആയിട്ട്. ഇവിടെ സൂപ്പറിൻറ്റൻഡന്റ് എന്നാണ് ഫുൾ ആയിട്ട് പറയുക. പക്ഷെ നമ്മള് നഴ്സസിന്റെ ഹെഡ് അല്ലെങ്കിൽ ഇൻചാർജ് ആണ് അല്ലെ, ആ ഒരു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻചാർജ് ആണ് നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറയുന്നത്. സോ ഈ നഴ്സിംഗ് സൂപ്രണ്ടും അതുപോലെ തന്നെ മെഡിക്കൽ സൂപ്രണ്ടും നഴ്സിംഗ് സൂപ്രണ്ടന്റ്, അതായത് ഇവര് നേരിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, അഡ്മിനിസ്ട്രേറ്ററോട് പരാതികൾ പറയാം. ഓക്കെ. അസോസിയേറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഹെൽപ്പ്, അസോസിയേറ്റ് അസിസ്റ്റന്റ്, ഇവർക്കും എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് പരാതി പറയാം. അതുപോലെ കോർഡിനേറ്റർ, എല്ലാ പ്രവർത്തനങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന കോർഡിനേറ്റർക്കും കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാംസ്, അതായത് കമ്മ്യൂണിറ്റിയിൽ സൊസൈറ്റിയിൽ നമ്മുടെ ഹെൽത്ത് പ്രോഗ്രാംസ് ഒക്കെ അലൗഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള സ്റ്റാഫുകൾ ഉണ്ടാകും, അവർക്കും. പ്രിൻസിപ്പൽ, സ്കൂൾ ഓഫ് നഴ്സിംഗ്, സ്കൂൾ ഓഫ് നഴ്സിംഗ്. ഇപ്പൊ നമ്മളുടെ ഹോസ്പിറ്റലിൽ തന്നെ നഴ്സിംഗ് സ്കൂളുകൾ ഉണ്ടാവും. ചില ഹോസ്പിറ്റലുകളിലൊക്കെ അങ്ങനെയുണ്ട്, നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളുടെ ലൊക്കാലിറ്റിയിലൊക്കെ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടാകും. ആ ഹോസ്പിറ്റലിൽ തന്നെ നഴ്സിംഗ് സ്കൂൾ ഉണ്ടാകും. ഈ എക്സാമ്പിൾ ഞാൻ പറയണില്ല, കാരണം നിങ്ങൾക്ക് അറിയാലോ, നഴ്സിംഗ് സ്കൂളുകൾ അവിടെ തന്നെ പഠിച്ച് ആ നഴ്സ് ഹോസ്പിറ്റലിൽ തന്നെ അവർക്ക് ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കും. സോ അങ്ങനെയുള്ള ആ ഹോസ്പിറ്റലില് നഴ്സിംഗ് സ്കൂൾ ഉണ്ടെങ്കിൽ ആ നഴ്സിംഗ് സ്കൂളില് പ്രിൻസിപ്പള് അവർക്കും ഡയറക്റ്റ് ആയിട്ട് അഡ്മിനിസ്ട്രേറ്ററിന്റെ അടുത്ത് പരാതികൾ രേഖപ്പെടുത്താമെന്ന്, റിപ്പോർട്ട് ചെയ്യാമെന്ന്. ഇത്രയും ആളുകൾക്ക്, ഇത്രയും പേഴ്സൺസിനാണ് ഡയറക്റ്റ്ലി അഡ്മിനിസ്ട്രേറ്ററിന്റെ അടുത്ത് പരാതി നൽകാൻ പറ്റുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ജസ്റ്റ് ആ പേരുകൾ മാത്രം ഒന്ന് നോക്കി വെക്കാം. മെഡിക്കൽ സൂപ്രണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട്, അസോസിയേറ്റ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ, കോർഡിനേറ്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാംസ്, പ്രിൻസിപ്പൾ. ക്ലിയർ ആണോ? ജസ്റ്റ് പേരുകൾ മാത്രം പറയുന്നുള്ളൂ. ഡയറക്ട്ലി കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പറ്റുന്നവർ ആരൊക്കെയാണെന്ന്, റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവര്. ഓക്കെ, ക്ലിയർ ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ, എന്ത് പറ്റി? ഈ ഒരു ചാപ്റ്റർ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതല്ല, കുറേയൊക്കെ നമുക്ക് കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്റർ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളുടെ ഈ ഒരു പരിമിതിക്കുള്ളിലുള്ള കാര്യങ്ങൾ തന്നെ ദെൻ നമ്മളുടെ അറിവിലേക്കുള്ള കാര്യങ്ങൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ പറഞ്ഞൊരു ചാപ്റ്റർ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ദെൻ ഇത് ഓൾറെഡി പഠിച്ചവർക്ക് കുറച്ചും കൂടി എളുപ്പമാണെന്ന് പറയാം അല്ലെ. പക്ഷെ പഠിക്കാത്തവർക്ക് കുഴപ്പമില്ല, നമ്മളത് എങ്ങനെയാണോ അതിനെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളുടെ ഒരു രീതി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എഫേർട്ട് എടുക്കേണ്ടടുത്ത് നമ്മൾ എഫേർട്ട് എടുത്തേ പറ്റൂ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? അസോസിയേറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഈ അസിസ്റ്റന്റ്, അതായത് നഴ്സിംഗ് അസിസ്റ്റന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, സൂപ്രണ്ട് മാത്രമല്ല സൂപ്രണ്ടിന് കീഴിലുള്ള മറ്റ് അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർമാര്, അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഇപ്പൊ നമ്മുടെ പ്രിൻസിപ്പൾ ഉണ്ട്, അതിന് താഴെ വൈസ് പ്രിൻസിപ്പൾ വരും. ഇപ്പൊ സെക്രട്ടറി ആണെങ്കിലോ ജോയിന്റ് സെക്രട്ടറി വരും. അങ്ങനെ താഴെയുള്ളവര്, അതിന് തൊട്ട് താഴെ നിൽക്കുന്ന പൊസിഷൻ ഉണ്ടാകില്ലേ, അതിനെയാണ് ഈ അസോസിയേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? മൂന്നാമത്തെ പോയിന്റ് ചോദിച്ചാള്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ എന്താണെന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് മാനേജ്മെന്റ്. ഓക്കെ, എന്താണ് മാനേജ്മെന്റ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മാനേജ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് ഒരു മാനേജ്മെന്റ് അല്ലെ. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, ഇപ്പൊ ഏതൊരു പ്രൊഫഷണലും ആണെങ്കിലും അവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ട്. എന്താണ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായത്തില്, നിങ്ങളുടെ അറിവില് എന്താണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റിലെ കാര്യങ്ങളൊന്നും നോക്കണ്ട കേട്ടോ. നിങ്ങളുടെ അറിവില് അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ. എന്താണ് മാനേജ്മെന്റ്? ഓൾ ഓവർ പ്രോസസ്. ഓക്കെ, കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാള്, മാനേജ് ചെയ്യുക, കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി, കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി.
ഡയറക്റ്റിംഗ് ടീമാണ്. ഓക്കെ, വേറെ എന്തൊക്കെയുണ്ട്? ഇപ്പൊ ഓരോരുത്തരുടെ ഐഡിയകളാണ് പറയുന്നത് അല്ലെ? ഇത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കൺട്രോളിംഗ് ആണ്, ടീംസിലേക്ക് കൺട്രോൾ ചെയ്യുക. കോർപ്പാണ്. ഓക്കെ, കേട്ടോ, പഠിച്ചതൊക്കെ അപ്ലൈ ചെയ്യാം നമുക്ക് അല്ലേ? ഓക്കെ, ഓൾ മാനേജിങ് ബോഡി. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കൺട്രോൾ ഓൾ ആക്ടിവിറ്റീസ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ എല്ലാ പോയിന്റ്സുകൾ എല്ലാം അവരാണെല്ലാം തീരുമാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പോ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോയിന്റ്സ് എല്ലാം ശരിയാണ് കേട്ടോ, ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ? നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു മാനേജ്മെന്റ് ഉണ്ടോ? അല്ലെ? ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും മറ്റ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അതിനൊരു മാനേജ്മെന്റ് ഉണ്ട് അല്ലേ? അപ്പൊ മാനേജ്മെന്റ് ആണ് എക്സാംസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുക, കൺട്രോൾ ചെയ്യുക. ഓവറോൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ് അല്ലെ? ഒരു അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത്, ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഏതൊരു സ്ഥാപനവും വർക്ക് ചെയ്യണമെങ്കിൽ, നല്ല രീതിയിൽ അത് പ്രവർത്തിക്കണമെങ്കിൽ അതിനൊരു മാനേജ്മെന്റ് വേണ്ടേ? വേണം മാനേജ്മെന്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ല രീതിയിൽ മൂവബിൾ ആവണമെങ്കിൽ ഒരു മാനേജ്മെന്റ് അതിന് ആവശ്യമാണ് അല്ലെ? ഇപ്പൊ ഒരു ബാങ്ക് ആണെന്നിരിക്കട്ടെ, ബാങ്കില് മാനേജർ ഉണ്ടോ? ബാങ്കിലെ മാനേജ്മെന്റിൽ അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലാണ് ബാക്കി സ്റ്റാഫുകൾ വരുന്നതും ബാക്കി പ്രവർത്തനങ്ങൾ വരുന്നതും ഇല്ലേ? ഒരു മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. ഓക്കെ, ദെൻ നമ്മുടെ ചാപ്റ്ററിലോട്ട് വരാട്ടോ. മാനേജ്മെന്റ് ഒരു ചെറിയൊരു ഡെഫിനിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഹെൻറി ഫയോൾ ആണ്, അദ്ദേഹത്തിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ പിക്ചർ? കണ്ടോ? ഹെൻറി ഫയോൾ എന്ന് പറഞ്ഞൊരു വ്യക്തി മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത്. ഡെഫിനിഷൻ ശ്രദ്ധിക്കാം. മാനേജ്മെന്റ് ഈസ് ടു ഫോർകാസ്റ്റ്, ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, to coordinate and control activities of others. നമ്മൾ പറഞ്ഞ പോയിന്റ്സുകളില്ലേ, അതൊക്കെ തന്നെയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് മാനേജ്മെന്റ് ഈസ് ടു ഫോർകാസ്റ്റ്, ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ആക്ടിവിറ്റീസ് ഓഫ് അതേഴ്സ് അല്ലേ? മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് ഓഫ് അതേഴ്സ് അല്ലേ? മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ ഫോർകാസ്റ്റ് ചെയ്യുക. ഫോർകാസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഫോർകാസ്റ്റ് മീൻസ് ഫോർകാസ്റ്റ് ചെയ്യുക, പ്രവചിക്കുക എന്നൊക്കെ പറയാം മലയാളത്തിൽ അല്ലേ? മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ, എന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ലേ? എന്താ, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുക, ഓരോ പൊസിഷൻ കൊടുക്കുക, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തുക. അപ്പൊ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ പ്രവചിക്കുക, അതോടൊപ്പം തന്നെ പ്ലാനിങ് ചെയ്യണം, ആസൂത്രണം ചെയ്യുക, ടു ഓർഗനൈസ് സംഘടിപ്പിക്കണം, ദെൻ ടു കമാൻഡ് ചെയ്യുക. കമാൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? കമാൻഡ് ചെയ്യുക എന്ന് അറിയില്ലേ? മാനേജ്മെന്റിന്റെ ഇതാണ്. മീൻസ് ആജ്ഞാപിച്ച് ഓരോരുത്തർക്ക് ഇന്ന ഡ്യൂട്ടികൾ കൊടുക്കുക, നിങ്ങൾ ഇന്ന ഡ്യൂട്ടികൾ ചെയ്യണം, ഒരു ഓർഡർ കൊടുക്കാനൊക്കെ പറയും. ഒരു ഓർഡർ കൊടുക്കുക. ദെൻ ടു കോർഡിനേറ്റ് എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കണം. ആൻഡ് കൺട്രോൾ ആക്ടിവിറ്റീസ് ഓഫ് അതേഴ്സ് എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞ എല്ലാ പോയിന്റ്സും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ? മാനേജ്മെന്റ് is to forecast, to plan, to organize, to command, to coordinate and control activities of others. നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോയിന്റ്സുകൾ ഉണ്ട് അതില്. ഉണ്ടോ? കമാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു, പ്രവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞു നിങ്ങൾ അല്ലെ? കോർഡിനേറ്റ് ചെയ്യുക, ദെൻ ഓരോരുത്തരുടെ ഡ്യൂട്ടികൾ അസൈൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക അല്ലേ? നമ്മൾ എല്ലാവരും പറഞ്ഞ പോയിന്റ്സുകൾ തന്നെയാണ് അദ്ദേഹം ഡെഫിനേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. എക്സാമിന് ഡെഫിനേഷൻ തന്നിട്ട് കോട്ട് റിട്ടേൺ ബൈ ചോദിക്കാം. എക്സാമിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക, ഹെൻറി ഫയോൾ. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് ഡെഫിനേഷൻ മാത്രമേ ഉള്ളൂ, അതൊന്ന് ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ പേര് നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഡെഫിനേഷൻ ആയിട്ടൊന്നും ചോദിക്കില്ല. ഡെഫിനേഷൻ തന്നുകൊണ്ട് ചിലപ്പോൾ അത് റിട്ടേൺ ബൈ എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത്. ആ ഒരു പാറ്റേൺ ആയിരിക്കാം. ഓക്കെ, ഇനി നമ്മള് അദ്ദേഹം മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ. ഇനി അപ്പൊ അദ്ദേഹം ഡെഫിനേഷൻ ആയിട്ട് പറയുന്നത് ഇത്രയും കാര്യമാണ്. ചെറിയൊരു ഡെഫിനേഷൻ ആണ് പറയുന്നത്. ഇനി അദ്ദേഹം എന്താണ് മാനേജ്മെന്റ് എന്ന് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിലെ മാനേജ്മെന്റ് എന്താണെന്നാണ് ഇനി പറയുന്നത്. ഓക്കെ,
ശ്രദ്ധിക്കാം കേട്ടോ. ഇത് നമുക്കൊരു ചെറിയ കഥ പോലെ പറയാം അല്ലെ? അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവുമെന്ന് വിചാരിക്കണം. കഥയല്ല കേട്ടോ. നോക്കാം. മാനേജ്മെന്റ് ഈസ് ആൻ ഓൾഡ് പ്രോസസ് and has existed ever since man has been organized into communities. It is sometimes thought to be a process of 20th century, but this is not so. Where and whenever people have worked together in a groups to grow crops, to buy and sell, to wage wars, to build a temple, there was a involvement of management. അത്രയും വായിച്ചതേ ഓരോ സെന്റൻസ് എടുത്ത് പറഞ്ഞാൽ ക്ലിയർ ആവില്ല, അതുകൊണ്ടാണ് ഒരുമിച്ച് വായിച്ചത് കേട്ടോ. എന്നിട്ട് ഞാൻ ക്ലിയർ ആക്കി തരാം. അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടില് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓൾഡ് പ്രോസസ് അല്ലെ? അതായത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് തന്നെ വന്നിരിക്കുന്ന ഒരു പ്രോസസ് ആണെന്ന് അല്ലെ? പഴയ കാലങ്ങളിൽ തന്നെ മാനേജ്മെന്റ് എന്നുള്ളൊരു പ്രോസസ് നടക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇങ്ങനെ ഒരു മാനേജ്മെന്റ് എന്നുള്ള ഒരു പേര് വന്നത് ഒരു 20th സെഞ്ചുറി വന്നപ്പോഴൊക്കെയാണ് മാനേജ്മെന്റ് എന്നുള്ള ഒരു പേര് വന്നത് അല്ലെ? അപ്പൊ പണ്ട് കാലം തൊട്ട് തന്നെ ഇങ്ങനെ ഒരു മാനേജ്മെന്റ്, അതായത് ഒരു എന്താ പറയാ, ഒരു ഉയർന്ന പൊസിഷനിൽ നിന്നും ഒരു വ്യക്തി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക അല്ലെ? ഇപ്പൊ എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മള് ഇപ്പൊ ഫിലിമിന്റെ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഏത് ഫിലിമാണെന്ന് എനിക്കറിയില്ല. നമ്മള് പഴയ ഫിലിംസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പഴയ ഫിലിമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി എന്താ പറയാ, നാട്ടുകൂട്ടം കൂടുന്നതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ അവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു, അപ്പൊ നാട്ടുകൂട്ടം കൂടുക അല്ലെ? അപ്പൊ അവിടുത്തെ പൊസിഷനിൽ നാട്ടുകൂട്ടത്തിൽ തന്നെ അറിയാലോ, കുറച്ച് മുതിർന്ന പ്രമാണികാർ, സഭാമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അവിടെ ഇങ്ങനെ ശരിക്കും അവർ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. ഫിലിമിന്റെ പേരൊക്കെ പറയാനുണ്ട് കേട്ടോ. കുറെ പേര് പറയുന്നുണ്ട്. ഒരു ഗ്രാമ തലവൻ ഉണ്ടാകും അല്ലേ? അപ്പൊ അദ്ദേഹമാണ് ശരിക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ കുറ്റമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാട് കടത്തി വിടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർ ആ സഭയിൽ കൂടിയിട്ട് ആ സഭയുടെ ഒരു തലവൻ ഉണ്ടാകും അല്ലേ? അപ്പൊ ആ തലവനാണ് അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആണോ? നമ്മൾ ഫിലിമിലൊക്കെ കാണാറില്ലേ? ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറയാ, അവര് ശരിക്കും പറഞ്ഞ ഒരു ഗ്രാമസഭ പോലെ കൂടിക്കൊണ്ട് അവിടെ ഒരു തലവനുണ്ട് അല്ലേ? തേന്മാൻകൊമ്പത്ത്, അതാണ് ഞാൻ പറയാൻ വന്നത്, വിട്ടുപോയി പിന്നെ. ഓക്കെ, അപ്പൊ അവിടെയും അല്ലെ നമുക്കറിയാം, ആ ഫിലിമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ശരിക്കും അവരാണ് തീരുമാനിക്കുന്നത് കാര്യങ്ങൾ അല്ലെ? അപ്പൊ അതും ശരിക്കും പറഞ്ഞ ഒരു മാനേജ്മെന്റ് അല്ലേ? ആണോ? അന്ന് നമുക്ക് മാനേജ്മെന്റ് എന്നുള്ളൊരു പേരൊന്നും വന്നിട്ടില്ല. പഴയ കാലത്താണെങ്കിൽ മാനേജ്മെന്റ് എന്നുള്ളൊരു പേരൊന്നും വന്നിട്ടില്ല. ഇന്നാണ് അത് മാനേജ്മെന്റ് ആയിട്ട് മാറിയത്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളർന്നു, ഓരോ സ്ഥാപനങ്ങൾക്കും ഒരു മേലധികാരി എന്ന നിലയിൽ ഒരു മാനേജ്മെന്റ് വന്നു അല്ലെ? മുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു? ജനങ്ങള് ഓരോ സ്ഥലത്ത് ഒരു സ്ഥിര താമസം ഉണ്ടായിരുന്നില്ല ഇല്ലേ? പണ്ട് കാലത്ത് ആളുകൾ അങ്ങനെയായിരുന്നോ? സ്ഥിരമായിട്ട് അവർക്ക് ഒരു വീടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ സ്ഥിര താമസം ഉണ്ടായിരുന്നോ? ഇല്ല. അവര് പലയിടങ്ങളിലായിട്ട് പോയിട്ട് കൃഷി ചെയ്യുക, ദെൻ അവിടെ തന്നെ ചിലപ്പോൾ കുടിൽ വെച്ച് കെട്ടി കുറച്ചു നാൾ അവിടെ താമസിക്കുക, ദെൻ അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അവര് നെക്സ്റ്റ് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് അടുത്ത കൃഷി ഇറക്കുക. അങ്ങനെയുള്ള ഒരു ജീവിതം ഒരു കമ്മ്യൂണിറ്റിയിലോട്ടുള്ള വന്നിട്ടില്ല ശരിക്കും ഇല്ലേ? ജനങ്ങൾ അങ്ങനെയായിരുന്നു. ദെൻ 20th സെഞ്ചുറി ആയപ്പോഴാണ് ജനങ്ങള് ഒരു കമ്മ്യൂണിറ്റി, ഒരു സൊസൈറ്റിയിൽ അവനൊരു സോഷ്യൽ ഹ്യൂമൻ ബീയിങ് ആയി മാറിയത് ഇല്ലേ? ദെൻ അവന് സ്വന്തമായിട്ട് വീട് വന്നു. ദെൻ അവൻ ഓരോരോ പൊസിഷനിൽ ഓരോരുത്തരും തന്റേതായിട്ടുള്ള കഴിവുകൾ തെളിയിച്ചുകൊണ്ട് ഓരോ ജോലികളിൽ പ്രവേശിച്ചു. ദെൻ ആ പ്രവേശിക്കുന്ന ജോലിയിൽ ഇതുപോലെ ഒരു കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഒരു മാനേജ്മെന്റ് എന്നൊരു പൊസിഷൻ വന്നു. ക്ലിയർ ആണോ? അത്രയും ഭാഗത്തോട്ട് എത്തി എല്ലാവരും? മാനേജ്മെന്റ് ഓക്കെ. ഇത് കുറച്ചും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഫിലിമിന്റെ കാര്യം എടുത്ത് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടി വായിക്കാം. Management is an old process and has existed ever since man has been organized into communities. അല്ലെ? മാനേജ്മെന്റ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് തന്നെയുള്ള ഒരു പ്രോസസ് ആണെന്ന്. പക്ഷെ അന്ന് മാനേജ്മെന്റ് എന്നുള്ള ഒരു പേര് വന്നിട്ടില്ല എന്ന് മാത്രം. Then into communities, മനുഷ്യൻ ഒരു സൊസൈറ്റി, കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറിയ അന്ന് മുതൽ മാനേജ്മെന്റ് എന്നുള്ള ഒരു പ്രോസസ് ഉണ്ട്. It is sometimes thought be a process of 20th century. എന്താണ്? 20ാം നൂറ്റാണ്ടിലെ ഒരു പ്രക്രിയ ആയിട്ട് തന്നെയാണ് നമ്മൾ മാനേജ്മെന്റിനെ കണക്കാക്കുന്നത്. This is not so. Where and whenever people have worked together in a groups too. എവിടെയൊക്കെയാണ് മാനേജ്മെന്റ് എന്നുള്ളൊരു ആ ഒരു സെക്ഷൻ വന്നത് നോക്കാം. People have worked together. ജനങ്ങള് ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് ഒരു ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്
മാനേജ്മെന്റ് എന്നുള്ളൊരു ആശയം വരുന്നത് അല്ലെ. അതായത് ഒരു വർക്ക് ഓഫ് പീപ്പിൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഗ്രോ ക്രോപ്സ് എന്താ പറയുന്നത്? ഗ്രോ ക്രോപ്സ്. അവർ കൃഷി ചെയ്യാൻ തുടങ്ങി അല്ലെ, വിളകളൊക്കെ വളർത്താനും കൃഷി ചെയ്യാനും തുടങ്ങി ഒരു ഗ്രൂപ്പായിട്ടുള്ള ആളുകൾ. അപ്പൊ അവര് ഒന്ന് എന്താ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ അവർക്കൊരു മാനേജ്മെന്റ് വന്നു. കൃഷികൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴും ടു ബൈ ആൻഡ് സെൽ, അവര് വാങ്ങാനും വിൽക്കാനും അല്ലെ, കൃഷി ചെയ്തു, അവർക്ക് കൃഷി ചെയ്ത് കിട്ടിയ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും ഒക്കെ തുടങ്ങി. അപ്പോഴും അവിടെ ഒരു മാനേജ്മെന്റ് വന്നു. Then to wage wars അല്ലെ, യുദ്ധങ്ങൾ നടത്താനും. യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അല്ലെ, യുദ്ധങ്ങളൊക്കെ ഉണ്ടായില്ലേ പണ്ട് കാലഘട്ടങ്ങളില്, യുദ്ധങ്ങൾ നടത്തിയിരുന്നപ്പോഴും അവർക്ക് ഒരു തലവൻ പോലെ ഉണ്ടായിരുന്നു അല്ലെ, യുദ്ധ തലവനുണ്ട്. അപ്പോ യുദ്ധ തലവനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നമുക്ക് പടയാളികളെ നേരിടാനായിട്ട് ഇന്ന ആയുധങ്ങൾ പ്രയോഗിക്കണം അല്ലെ. അപ്പൊ അവിടെയും ഒരു മാനേജ്മെന്റ് എന്നുള്ളൊരു ആശയം വന്നു. Then to build a temple അല്ലെ, ഒരു അമ്പലം പണിയണം, ടെമ്പിള് പണിയണമെങ്കിലും അവിടെയും ഒരു മാനേജ്മെന്റിന്റെ സ്ഥാനമുണ്ട്. എന്താ അവിടെ മാനേജ്മെന്റിന്റെ സ്ഥാനം? ഒരു അമ്പലം പണിയണമെങ്കിൽ ബിൽഡ് ടെമ്പിൾ എന്ന് പറയുമ്പോ ടെമ്പിൾ പണിയുമ്പോ തോന്നിയ പോലെയാണ് പണിയുന്നത്. അതിനൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ, അതിനൊരു കോൺട്രാക്ടർ ഉണ്ട് ഇല്ലേ. അദ്ദേഹം പറയുന്നത് അനുസരിച്ചിട്ടല്ലേ ബാക്കിയുള്ള ജോലികൾ ചെയ്യുന്നത്. ആണോ? അദ്ദേഹത്തിന്റെ ഒരു പ്ലാനിങ് കൊടുക്കും. ആ പ്ലാൻ കൊടുത്തിട്ട് ആ പ്ലാൻ എങ്ങനെയാണോ അതുപോലെയാണ് വാസ്തുശാസ്ത്രം അല്ലേ. അപ്പൊ പ്ലാൻ കൊടുത്തിട്ട് അതനുസരിച്ചിട്ടാണ് ബാക്കി വർക്കേഴ്സ് ജോലി ചെയ്യുന്നത്. അപ്പൊ അവിടെയും ഒരു മാനേജ്മെന്റ് വന്നു. Then there was the involvement of management അല്ലെ. ഒരു ഓർഗനൈസേഷൻ വേണം, സംഘാടന വേണം. ഈ പറഞ്ഞ എല്ലാത്തിലും സംഘാടനം വേണം ഇല്ലേ. ഇപ്പോ വിളകൾ വളർത്താനും കൃഷികൾ ചെയ്യാനും ഒരു അമ്പലം പണിയണം. അപ്പൊ ഓരോ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാനും, ഒരു യുദ്ധം നടത്തണമെങ്കിൽ യുദ്ധത്തിന് നമ്മൾ എങ്ങനെ തയ്യാറായിരിക്കണം അല്ലെ. ഒരു ലീഡർ എന്നുള്ള ഒരു സ്ഥാനത്ത് നിന്നിട്ട് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെയെല്ലാം മാനേജ്മെന്റിന്റെ ഒരു ഇൻവോൾവ്മെന്റ് വന്നു. ഓക്കെ, ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുള്ള മാനേജ്മെന്റ് ആണ് നമ്മൾ പറയുന്നത്. അത്രയും ഭാഗം ക്ലിയർ ആണോ? മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ കൺട്രോൾ ചെയ്യുക കാര്യങ്ങളെ, ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട്, ഒരു ഉയർന്ന പൊസിഷനിൽ നിന്നുകൊണ്ട് താഴെയുള്ള സ്റ്റാഫുകളെയും മറ്റു ജനങ്ങളെയും കൺട്രോൾ ചെയ്യുക, പ്ലാനിങ് ചെയ്യുക, ദെൻ കമാൻഡ് ചെയ്യുക അല്ലെ, കോർഡിനേറ്റ് ചെയ്യുക, ആക്ടിവിറ്റീസിലേക്ക് കൺട്രോൾ ചെയ്യുക, പ്ലാൻ ചെയ്യുക. ഓക്കെ, ദെൻ ഈ ഒരു പാരഗ്രാഫ് കൂടി വായിക്കാം കേട്ടോ. The most comprehensive way to define management is, വീണ്ടും അദ്ദേഹം മാനേജ്മെന്റ് എന്താണെന്നാണ് പറയുന്നത്. മാനേജ്മെന്റ് is a key process. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കീ പ്രോസസ് ആണെന്ന്. എന്താ കീ പ്രോസസ് എന്ന് പറയുന്നത്? കീ പ്രോസസ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണെന്ന്. The function of management is to enable our പ്രധാനപ്പെട്ട ഒരു മീനിങ്. The function of management is to enable our patient, doctor, nurse team to their job as easily, efficiently, economically, effectively, and as humanly as possible, so that they can develop and maintain a caring environment within the hospital. ഇവിടെ ഇനി നമ്മൾ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് ഓവറോൾ ആയിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത്. ഇനി ഹോസ്പിറ്റലിന് ഉള്ളിൽ ഒരു മാനേജ്മെന്റ് വേണം വേണ്ടേ? ഹോസ്പിറ്റലിൽ ഒരു മാനേജ്മെന്റ് ഉണ്ടോ? മാനേജ്മെന്റ് ആണ് കാര്യങ്ങൾ തീരുമാനിക്കണേന്ന് പറയും ഹോസ്പിറ്റലില് ഇല്ലേ. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അത് ഡയറക്റ്റ്ലി ചിലപ്പോ മാനേജ്മെന്റിനോട് കംപ്ലൈന്റ് ചെയ്യാനൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ പറയുന്നത് ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് എങ്ങനെയാണെന്ന്. The function of management is to enable our patient, doctor, nurse team do their job as easily. അല്ലേ, അതായത് എന്താണ്? പേഷ്യന്റിന്റെയും ഡോക്ടർ അതുപോലെ തന്നെ നഴ്സിംഗ് ടീംസ് ഇവരുടെ ജോലി എളുപ്പത്തിലും അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ടും സാമ്പത്തിക ഇക്കണോമിക്കലി ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും ഇഫക്റ്റീവ്ലി ആയിട്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നു ഇല്ലേ. അതായത് ഇപ്പോ ഡോക്ടേഴ്സും നഴ്സസും നഴ്സിംഗ് ടീമുകളും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? അവരുടെ ഇഷ്ടത്തിനാണോ അവരവിടെ പെരുമാറുന്നത്? അവരുടെ ഇഷ്ടത്തിനാണോ നഴ്സും ഡോക്ടേഴ്സും പ്രവർത്തിക്കുന്നത്? അല്ല, മറിച്ച് ആ ഒരു മാനേജ്മെന്റിന്റെ ഒരു കൺട്രോൾ ഉണ്ട് ഇല്ലേ. ഇവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന്റെയും
നഴ്സസിന്റെയും പേഷ്യൻസും എല്ലാവരുടെയും കൺട്രോൾ ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്. സോ ഈ ഒരു നല്ല രീതിയിൽ ഇവരുടെ വർക്ക് കാര്യക്ഷമമാവണമെങ്കിൽ ഒരു മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. Then they can develop and maintain caring environment within the hospital. So ഹോസ്പിറ്റലിനുള്ളിൽ ഒരു കെയറിംഗ് എൻവയോൺമെന്റ്, നല്ലൊരു കരുതലുള്ള അല്ലെ കെയറിംഗ്, ഒരു പരിചരണം, നല്ലൊരു പരിചരണമുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് മാനേജ്മെന്റിന് കഴിയുന്നത്. കാരണം ഒരു കൺട്രോളും ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? ഇപ്പൊ നിങ്ങള് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ നിൽക്കട്ടെ, അപ്പൊ ഇവിടെ ഒരു കൺട്രോളും ഇല്ല, ഒന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എങ്കിൽ അവിടെ ഒരു എന്താ പറയാ സ്മൂത്ത് ആയിട്ട് പോകുമോ? അത് ഒരു കൺട്രോളും ഇല്ല കുട്ടികൾക്ക്. ഇപ്പൊ ഒരു കോളേജ് ആണെന്ന് വിചാരിക്കാം, അവിടെ കോളേജിൽ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, അല്ലെങ്കിൽ യാതൊരുവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ല, നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം എന്നിങ്ങനെയാണെങ്കിൽ അത് എത്രത്തോളം ഭംഗിയാകും? കുറച്ച് റൂൾസും റെഗുലേഷൻസും ഒരു മാനേജ്മെന്റിന്റെ ഒരു സ്ട്രിക്റ്റ് ഒക്കെ ഉണ്ടെങ്കിലേ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ആ ഒരു കോളേജിന്. ആണോ? ആലോചിച്ച് നോക്കിയേ, ഒരു ഹോസ്പിറ്റൽ ആയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ യാതൊരു കൺട്രോളും ഇല്ല, ഒരു നിയമങ്ങളും ഇല്ല, ഒന്നുമില്ല, സക്സസ്ഫുൾ ആകില്ല അല്ലേ? ഇതാണ് കറക്റ്റ് ആൻസർ. സക്സസ് ആകില്ല. സോ ഇവിടെ ഒരു ഹോസ്പിറ്റലില് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിനായിക്കൊള്ളട്ടെ, ഡോക്ടേഴ്സിനും നഴ്സിംഗിനും അവരുടെ ജോലി എഫിഷ്യന്റ് ആയിട്ടും ഇഫക്റ്റീവ്ലി ആയിട്ടും ഭംഗിയായിട്ടും നടക്കണമെങ്കിൽ മാനേജ്മെന്റിന്റെ സാന്നിധ്യം ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ മാനേജ്മെന്റ് അവരെ കൺട്രോൾ ചെയ്യാനും പ്ലാനിങ് ചെയ്യാനും അവിടുത്തെ കാര്യങ്ങൾക്ക് ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു കെയറിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഹോസ്പിറ്റലില് നല്ലൊരു പരിചരണം പേഷ്യൻസിന്, അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ലൊരു കെയറിംഗ് ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനും മാനേജ്മെന്റിന് സാധിക്കുന്നു. ക്ലിയർ ആണോ? അത്രയും ഭാഗം ഓക്കെ ആണോ? ഓക്കെ, ഈ ഒരു രീതിയിൽ പറയാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് എന്റെ കയ്യിൽ കൂടിയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാക്ട് ഇത്രയും പഠിക്കാനുള്ളൂ. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് എക്സാമ്പിൾ പുറത്തുനിന്ന് ഇടുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുന്നതല്ലേ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ കിട്ടുന്നുള്ളൂ. ആണോ? കുഞ്ഞു എക്സാമ്പിൾ ഒക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്യാച്ച് ചെയ്യാൻ പറ്റും അത്. ഓക്കെ, ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം പലവരും ഫസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ കുറച്ച് ടഫ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ അത്രയും ഞാൻ സിമ്പിൾ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത്രയും ഞാൻ എഫേർട്ട് എടുത്ത് സിമ്പിൾ ആക്കി പറയുന്നത്. ഓക്കെ, നന്നായിട്ടൊന്ന് വായിക്കാം. നിങ്ങൾ ഒറ്റ വാക്കിലും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല, അത് എനിക്കറിയാം. ഒരു 5 പ്രാവശ്യം നമ്മൾ ഒന്ന് മനസ്സിലെത്തി വായിച്ചാല് നമുക്കത് മനസ്സിലാകും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാമോ? നമ്മൾ എടുത്ത അത്രയും ഒന്ന് വായിക്കാം. റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങി നമ്മൾ എടുത്ത അത്ര കേട്ടോ. ഈ 2 പാരഗ്രാഫാണ് നമ്മൾ പറഞ്ഞത്. അതുവരെ ഒന്ന് വായിച്ചു നോക്കാം. മനസ്സിരുത്തി വായിക്കാം കേട്ടോ. വായിച്ചതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയാം. ടൈം വേണ്ടേന്നോ? എവിടെയാണോ ടൈം ഇല്ലാത്തത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എഫേർട്ട് എടുക്കുന്നത് വായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. എനിക്ക് വേണ്ടി, ഇപ്പൊ ടോമിന് വേണ്ടി ടോം തന്നെ സമയം കണ്ടെത്തണം. ഓക്കെ, നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി ഡിപ്ലോമ ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാമായിരുന്നു അല്ലെ? ഞാൻ ഡിപ്ലോമ ചെയ്യുന്നുണ്ട്, ഞാൻ അതിന്റെ ഇടയിൽ കൂടി ഞാൻ PG കൂടി ചെയ്യണേണ് അല്ലെ? അപ്പൊ എനിക്ക് രണ്ടും ഒപ്പം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം. അത് എന്റെ ഉത്തരവാദിത്തമാണ്. ആണോ? നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഡിപ്ലോമയിൽ ഇത് ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തണം. ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് നാള് കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെടേണ്ടത് തന്നെ വേണം അല്ലേ? എങ്കിലും നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ കുറച്ച് നാള് ചിലപ്പോ ഒരു 5-6 മാസത്തെ കഷ്ടപ്പാടായിരിക്കും. പക്ഷെ ഫ്യൂച്ചറിൽ ആ കഷ്ടപ്പാട് നമുക്ക് ഒന്നും അല്ലാണ്ടാകും. അതിനുവേണ്ടി ഞാൻ തന്നെ സ്വയം എഫേർട്ട് എടുക്കാം. ഓക്കെ, എല്ലാവരോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ടൊക്കെ തോന്നിയേക്കാം, പക്ഷെ നമ്മള് പഠിക്കണം. എനിക്ക് നാളെ ഒരു ഫ്യൂച്ചറിൽ ജോബ് വേണം എന്നൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം സിമ്പിൾ ആക്കി എടുക്കാം. ഓക്കെ, വായിച്ചു നോക്കാം. മാനേജ്മെന്റ് വായിക്കാം. ദെൻ ഈ കോട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഡെഫിനിഷൻ ഇല്ലേ, ഹെൻറി ഫയോളിന്റെ ഡെഫിനിഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം.
വായിക്കാൻ പറയുന്ന ടൈം എല്ലാവരും വായിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിസ്കഷൻസ് ആയിക്കോളൂ, വായിക്കാം കേട്ടോ. നിങ്ങൾ എടുത്ത ഭാഗമാണ് ഇപ്പൊ ഞാൻ വായിക്കാൻ പറയുന്നത്. ആ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യാതെ വായിച്ചു നോക്കുക. ഓക്കെ, എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാൻ. ഓക്കെ, നിങ്ങളോട് വായിക്കാൻ പറയുന്നത് മീൻസ് നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഡെഫിനിഷൻ നോക്കി വെക്കുക. ദെൻ ഡെഫിനിഷൻ എഴുതിയ ആളുടെ പേര് കൂടി നോക്കാം കേട്ടോ. ഹെൻറി ഫയോൾ ഓർത്തിരിക്കണം, എക്സാമിന് എന്തായാലും ചോദിക്കും. വായിച്ചോ എല്ലാവരും? നമ്മൾ എടുത്ത അത്രയും വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, എല്ലാവരും ഓൾമോസ്റ്റ് വായിച്ചോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാലോ. നോക്കാം. വീണ്ടും അദ്ദേഹം മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലും മാനേജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. It is defined as the process of organizing, using and controlling human activities and other resources towards special end. It is defined as, it is എന്ന് പറയുമ്പോൾ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? Management is defined as the process of organizing, using and controlling human activities and other resources towards special end. എന്താണ് പറയുന്നത്? Process of organizing, using and controlling human activities and other resources. അല്ലേ? അതായത് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യന്റെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ റിസോഴ്സും. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭവങ്ങളെയും ഒരു പ്രത്യേക ലക്ഷ്യത്തിനായിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു സ്പെഷ്യൽ നീഡിന്, നീഡ് എന്നായിരിക്കും കേട്ടോ. അവിടെ നീഡ് എന്നാണോ എന്തെന്നാണോ കിടക്കുന്നത്? എന്തെന്നാണോ PDF ഉണ്ടെന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ടീച്ചർ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് റെഫർ ചെയ്തിട്ട് പറയാം കേട്ടോ. സ്പെഷ്യൽ നീഡ്സ് എന്നാകാം കേട്ടോ, ചെക്ക് ചെയ്തിട്ട് പറയാം ടീച്ചർ നെക്സ്റ്റ് ക്ലാസ്സിൽ. നോക്കാം, അതോട് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ്, അവിടെ പറയുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അല്ലെ, ഹ്യൂമൻ ആക്ടിവിറ്റീസും അതോടൊപ്പം തന്നെ റിസോഴ്സസിനെയും ഒരു പ്രത്യേക ലക്ഷ്യത്തിനൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യൽ നീഡ് എന്ന് തന്നെയായിരിക്കും കേട്ടോ. അത് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഇങ്ങനെയാണ് അതിനെ സംഘടിപ്പിക്കുക, അതിനെ കൺട്രോൾ ചെയ്യുക, നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുക. അതായത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, അതായത് സ്റ്റാഫുകൾ ചെയ്യുന്നുണ്ടല്ലോ ഡ്യൂട്ടികള്, അത് കൃത്യമായിട്ട് പ്രയോഗിക്കുക, അത് നല്ല രീതിയിൽ സംഘടിപ്പിക്കുക, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക. ഇതിനെയെല്ലാമാണ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്യുക, ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും മാനേജ്മെന്റിനെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് കേട്ടോ. മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് whereby resources in terms of people, finances, equipment and facilities are mobilized, ideally in an efficient and effective manner to serve the purposes of an institution. എന്താണ് പറയുന്നത്? മാനേജ്മെന്റ് ഇസ് എ പ്രോസസ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രക്രിയയാണ് അല്ലെ. അതായത് ഒരു പർപ്പസ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ, അതിപ്പോ ഹോസ്പിറ്റൽ ആകാം, അല്ലെങ്കിൽ ഒരു ബാങ്ക് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു കോളേജ് ആയിക്കൊള്ളട്ടെ അല്ലെ. അപ്പൊ ഒരു സ്ഥാപനത്തിന്റെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പർപ്പസസ്, ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അല്ലെ, സോർട്ട് ഓഫ് പർപ്പസസ്, ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ നല്ല രീതിയിൽ
വെർബൈ മൊബിലൈസ്ഡ്, നല്ല രീതിയിൽ പ്രവർത്തിക്കാനും കാര്യക്ഷമമായിട്ടും എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് പീപ്പിൾസ്, ജനങ്ങളെയും ഫിനാൻസസ്, സാമ്പത്തികമായിട്ടും എക്യുപ്മെന്റ്സുകളും സജ്ജീകരിക്കുക അല്ലെങ്കിൽ അത് ക്രമീകരിക്കുക. മൊബിലൈസ് എന്ന് വെച്ചാൽ സജ്ജീകരിക്കുക, ക്രമീകരിക്കുക. അതിനെയാണ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ, സക്സസ് ആകാൻ വേണ്ടിയിട്ട് അവിടുത്തെ പീപ്പിളിനെയും അതായത് സ്റ്റാഫിനെയും അവിടുത്തെ ഫിനാൻസ്, എക്യുപ്മെന്റ് ഫെസിലിറ്റികൾ ഇവയെല്ലാം സജ്ജീകരിക്കുക. ഇഫക്റ്റീവ് മാനർ, എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായിട്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് പോകുവാനായിട്ട് അവിടുത്തെ പീപ്പിളിനെയും അതായത് സ്റ്റാഫുകളായിരിക്കാം, ഫിനാൻസ്, എക്യുപ്മെന്റ്, മറ്റ് ഫെസിലിറ്റികളെയും സജ്ജീകരിക്കുക. അതിനെയാണ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കൺട്രോൾ ചെയ്യുക, പ്ലാൻ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക ആണോ? പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, 2 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഈ 2 ഡെഫിനേഷൻ വായിക്കാം. എല്ലാം ജസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നതാണ്. ഡെഫിനേഷൻ കൃത്യമായിട്ടൊന്ന് പഠിക്കുക, ഇതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, രണ്ട് ഡെഫിനേഷൻ ആണ്. ഓക്കെ, വായിച്ചോ? ചെറുതല്ലേ, കംപ്ലീറ്റ് ചെയ്തോ? ദെൻ നെക്സ്റ്റ് നോക്കിയേ. ഇനി റിസോഴ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന്. റിസോഴ്സസ് എന്ന് പറഞ്ഞല്ലോ, ഏതൊക്കെയാണ് റിസോഴ്സസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? മെൻ, മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെത്തേഡ്. 5M സൈഡിൽ എഴുതി വെക്കാം. 5M കോഡാണ് കേട്ടോ. 5M ഉണ്ടെന്ന്. 5M ക്ലിയർ ആയി ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. റിസോഴ്സസ് ആർ 5M എന്ന് കൊടുക്കാം. അപ്പോ ഏതൊക്കെയാണ് 5M? മെൻ, മണി, മെറ്റീരിയൽ, മെഷീനറി, മെത്തേഡ്. ക്ലിയർ ആയോ? 5M റിസോഴ്സസ് ആർ 5M എന്ന് തന്നെ പഠിക്കാം. ഓക്കെ, 5M ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. മെൻ, മണി, മെറ്റീരിയൽ, മെഷീനറി, മെത്തേഡ്. ഓക്കെ, ഇനി മറന്നു പോകില്ലല്ലോ. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ 5M ആണ്. ഏത് ഓർമ്മത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റണം. ഓക്കെ, ചില കോഡുകൾ നമുക്ക് കോഡ് വെച്ച് പഠിക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് മാക്സിമം കോഡ് വെച്ച് പഠിക്കാം. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് എപ്പോഴും മൈൻഡിൽ അത് നിൽക്കും. ഓക്കെ, റിസോഴ്സസ് നമ്മൾ നോക്കി 5M ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. എന്താ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിന്റെ തത്വങ്ങൾ അല്ലെ? പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന്. പ്രധാനമായിട്ടും 4 തത്വങ്ങളാണുള്ളത്. റൂൾസ് എന്ന് വേണമെങ്കിൽ പറയാം. മാനേജ്മെന്റിന്റെ 4 തത്വങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. യൂണിറ്റി ഓഫ് കമാൻഡ്, സ്പാൻ ഓഫ് കൺട്രോൾ, ഹോമോജീനിയസ് അസൈൻമെന്റ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഓക്കെ, യൂണിറ്റി ഓഫ് കമാൻഡ്, സ്പാൻ ഓഫ് കൺട്രോൾ, ഹോമോജീനിയസ് അസൈൻമെന്റ്, ദെൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. നിങ്ങൾക്ക് ഈ 4 പേരുകൾ മാത്രം പഠിക്കാനുള്ളൂ. ഓക്കെ, ദെൻ ഓരോന്നും ജസ്റ്റ് എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. അത് വേറെ നോട്ട് കാര്യങ്ങളൊന്നും വേണ്ട, അറിഞ്ഞിരിക്കണമല്ലോ. എന്താണ് യൂണിറ്റി ആൻഡ് കമാൻഡ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോള്? ജസ്റ്റ് ടീച്ചർ ഒന്ന് പറഞ്ഞുതരാം. അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അത് നോട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആ 4 പേരുകൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ 4 പ്രിൻസിപ്പിൾ ആണ്. യൂണിറ്റി, സ്പാൻ ഓഫ് കൺട്രോള്, ഹോമോജീനിയസ് അസൈൻമെന്റ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും പറയാം. ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറയുന്നുള്ളൂ. 4 പേരുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ യൂണിറ്റി ഓഫ് കമാൻഡ്. എന്താ യൂണിറ്റ് കമാൻഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ. യൂണിറ്റി ഒരു കമാൻഡ് എന്ന് വെച്ചാൽ ഓർഡർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അതായത് ഇപ്പോ എംപ്ലോയീസ് എന്ത് ചെയ്യും? ഇപ്പോ കമാൻഡ്സും ഇൻസ്ട്രക്ഷനും ഒക്കെ ഒരു സൂപ്പർവൈസറും സ്വീകരിക്കും. അതായത് ഒരു മാനേജ്മെന്റ് ഇപ്പൊ ഒരു സൂപ്പർവൈസർ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ ഉണ്ടാവുമല്ലോ.
ഇൻചാർജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ്, അദ്ദേഹം കമാൻഡ് ചെയ്യും, കുറെ പ്രവർത്തനങ്ങൾ ആജ്ഞാപിക്കും അല്ലേ, മറ്റ് സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് കുറെ ഇൻസ്ട്രക്ഷൻസുകൾ കൊടുക്കും. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന സമയത്ത് ഡ്യൂട്ടിയിൽ കയറിയിരിക്കണം, ഡ്യൂട്ടി ടൈം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സ്റ്റാഫുകളോട് നമ്മൾ പെരുമാറേണ്ടത് ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവര് കമാൻഡ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അതായത് ആ ഒരു ഹോസ്പിറ്റലിന്റെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, ചിലപ്പോൾ PRO ആകാം, അല്ലെങ്കിൽ മാനേജ്മെന്റോ അങ്ങനെയുള്ള ഒരു വ്യക്തി ബാക്കിയുള്ള അവിടെയുള്ള എംപ്ലോയീസിനോട് കമാൻഡ് ചെയ്യും, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കും, ഇങ്ങനെയാണ് അവർ പ്രവർത്തിക്കേണ്ടത് അല്ലേ. അപ്പൊ ഇതെല്ലാം ആ ഒരു ഒരാളുടെ കീഴിലാണ് നമ്മൾ അവിടെ ഡ്യൂട്ടി ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ നിങ്ങൾ വാർഡ് പഠിച്ചു, അപ്പൊ വാർഡ് എന്നുള്ളൊരു ചാപ്റ്ററിൽ എല്ലാവരും പഠിച്ചോന്നൊക്കെ അറിയില്ല, പഠിച്ചു കഴിഞ്ഞതല്ലേ, പഠിച്ചാണോ? യെസ്. ഓക്കെ, അവിടെ നമ്മൾ വാർഡിലെ ഇൻചാർജ് ഒക്കെ പഠിച്ചു, അല്ലെങ്കിൽ ICUലൊക്കെ ആണെങ്കിൽ ഇൻചാർജ്. അപ്പോ ആ ഒരു ഇൻചാർജിന്റെ കീഴിലാണ് ബാക്കിയുള്ള സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നത്, ആണോ? നമ്മളുടെ ഒരു മേലുദ്യോഗസ്ഥൻ ഉണ്ടാകും. ഇപ്പോ ഏതിലാണെങ്കിലും, ഇപ്പോ ലബോറട്ടറിയുടെ ഉള്ളിൽ ലബോറട്ടറി ഡയറക്ടർക്കാണ് ഏറ്റവും ടോപ്പ് പൊസിഷൻ. സോ ആ ഡയറക്ടർ പറയുന്ന കാര്യങ്ങളാണ് ഡയറക്ടറിന്റെ കീഴിലുള്ള ബാക്കി സ്റ്റാഫുകൾ ചെയ്യുന്നത്, ആണോ? അല്ലേ? ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതിന്റെ ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. സോ അവര് പറയുന്നത് കമാൻഡ്സുകളും ഇൻസ്ട്രക്ഷൻസുകളും മറ്റു സ്റ്റാഫുകൾ കേട്ട് അതനുസരിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതിനെയാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഒത്തൊരുമിച്ചിട്ട് അവർ പ്രവർത്തിക്കും. അവരുടെ ഹൈ പൊസിഷൻസിലുള്ള ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കമാൻഡുകളും ഇൻസ്ട്രക്ഷൻസുകളും കേട്ടുകൊണ്ടാണ് അവര് പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയോ? യൂണിറ്റി ഓഫ് കമാൻഡ് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ, പേര് മാത്രം പഠിക്കാനുള്ളൂ, ഞാൻ പറയുന്നത് മാത്രം. ഓക്കെ, then second one, span of control. എന്താ span of control എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? അതായത് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ, അതായത് ഇപ്പൊ ഒരു മാനേജറിന്റെ അല്ലെങ്കിൽ ഒരു ഇൻചാർജിന്റെ ഫീൽഡില് ചിലപ്പോ ഒരു 5 സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു 6 സ്റ്റാഫ് പ്രവർത്തിക്കുന്നുണ്ടാകും അല്ലേ. ഇപ്പോ ലബോറട്ടറിയിലാണെങ്കിൽ ഒരു ഡയറക്ടറിന്റെ കീഴിൽ ചിലപ്പോൾ അവിടെ ഒരു 10 സ്റ്റാഫ് ഉണ്ടാവും, അല്ലെങ്കിൽ 15 സ്റ്റാഫ് ഉണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ 10 സ്റ്റാഫുകൾ വരുന്നത്. അതിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ഓരോ പൊസിഷനും ചിലപ്പോൾ ഇത്ര അംഗങ്ങൾ ഉണ്ടാവും, അത്ര അംഗങ്ങളെയാണ് അദ്ദേഹം ചുമതല ഏൽക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ക്ലാസ്സിൽ ഒരു ക്ലാസ് ലീഡർ ഉണ്ട്, ആ ക്ലാസ് ലീഡർ ആ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അത്രയും സ്റ്റുഡൻസിന്റെ മേൽനോട്ടമാണ് ആ ലീഡർ വഹിക്കുന്നത്, ആണോ? അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികളെ ഈ ലീഡറിനെ പോയിട്ട് നോക്കാൻ പറ്റുമോ? നമ്മളുടെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ ആ അത്രയും സ്റ്റുഡൻസിന് അത്രയും വേണം. ഇപ്പൊ ഒരു 50 കുട്ടികളാണെന്ന് വിചാരിക്കും ഒരു ക്ലാസ്സില്, അപ്പൊ ആ ക്ലാസ് ലീഡർക്ക് ആ ഒരു 50 കുട്ടികളെ നോക്കേണ്ട ഡ്യൂട്ടിയാണ്, അല്ലാതെ അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികളെ നോക്കേണ്ട ഡ്യൂട്ടി ഇല്ല. അപ്പൊ ഒരു മാനേജ്മെന്റിന്റെ കീഴില് അല്ലെങ്കിൽ ഒരു മാനേജറിന്റെ അല്ലെങ്കിൽ ഒരു ഇൻചാർജിന്റെ കീഴില് ഇപ്പോ ടോട്ടൽ ഇത്ര നമ്പർ ഓഫ് എണ്ണം ആളുകൾ ഉണ്ടാകും, അവരുടെ മേൽനോട്ടം വഹിക്കുക. അതിനാണ് ഈ സ്പാൻ ഉദ്ദേശിക്കുന്നത്. സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടീം വർക്ക് അല്ലേ. അതായത് ഇപ്പൊ നമ്മളെ കോപ്പറേറ്റീവ് ഒരു ടീം വർക്ക് ആണ്. ഇപ്പൊ ടീമിന് ഒരു ലീഡർ ഉണ്ടാകും. ഓക്കെ, ആ ലീഡറാണ് അവിടുത്തെ ഉള്ള പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടീമില് 10 പേരുണ്ടാകാം, ചിലപ്പോൾ 20 പേരായിരിക്കാം, ചിലപ്പോൾ 5 പേരായിരിക്കും. സോ ആ ടീമിനെ അദ്ദേഹം നിയന്ത്രിക്കുന്നു. സ്പാൻ ഓഫ് കൺട്രോൾ ക്ലിയർ ആണോ? സ്പാൻ ഓഫ് കൺട്രോൾ. ഓക്കെ, ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് ഹോമോജീനിയസ് അസൈൻമെന്റ്. എന്താ ഹോമോജീനിയസ് മീൻസ്? ഹോമോജീനിയസ് കേട്ടിട്ടുണ്ടാവല്ലോ. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാല് സെയിം സിമിലർ ആയിട്ടുള്ള എന്നുള്ളത് മീനിങ് ആണ് അല്ലേ. അതായത് ഒരു ഗ്രൂപ്പിലേക്ക് ഇപ്പൊ ഒരു സെക്ഷനിൽ ഒരു ടീം സ്റ്റാഫുകൾക്ക് എന്താണ് സിമിലർ ആയിട്ടുള്ള ഒരു അസൈൻമെന്റ്സുകളൊക്കെ കൊടുക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കും ഇല്ലേ. ഇപ്പൊ ലബോറട്ടറി ആണെങ്കിൽ അവിടെ പുതിയ പുതിയ എക്യുപ്മെന്റ്സുകളൊക്കെ വരികയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കുമായിട്ട് ഒറ്റ ഒരു ട്രെയിനിങ് ക്ലാസ്സുകൾ കൊടുക്കും. സെപ്പറേറ്റ് ഓരോരുത്തർക്കുമായിട്ടല്ല ട്രെയിനിങ് കൊടുക്കുന്നത്, അങ്ങനെയാണോ? ഒരുമിച്ച് ഒരു ദിവസം ചിലപ്പോ പുതിയ എക്യുപ്മെന്റ്സുകളെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ പുതിയ ടെസ്റ്റുകളെ കുറിച്ചൊക്കെ ആണെങ്കിൽ ഒരു ട്രെയിനിങ്സ് കൊടുക്കും. ഹോമോജീനിയസ് ആയിട്ടാണ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് സിമിലർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു. ഓക്കെ, ഇതിനെയാണ് ഹോമോജീനിയസ് അസൈൻമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ മീൻസ് ഡെലിഗേഷൻ എപ്പോഴും നിങ്ങൾ ഓരോ ചാപ്റ്ററുകളിലും ഡിപ്ലോമയിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ടേമാണ് ഡെലിഗേഷൻ. എന്താ ഡെലിഗേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈമാറ്റമാണോ? അതായത് ഒരു ഉത്തരവാദിത്വം മീൻസ് ഓരോരുത്തർക്കും ഓരോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വങ്ങൾ കൊടുക്കുക.
ഓരോ വ്യക്തികൾക്കുമുള്ള ഉത്തരവാദിത്വം. അതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അതോറിറ്റി ഓരോ സ്റ്റാഫുകൾക്കും അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടികൾ കൊടുക്കുന്നു, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഡ്യൂട്ടികള് നമ്മൾ എന്ത് ചെയ്യുന്നു, വിതരണം ചെയ്ത് കൊടുക്കുന്നു. ഇന്ന ഡ്യൂട്ടികൾ ഓരോരുത്തർ ചെയ്യുക, ഡെലിഗേഷൻ നമ്മൾ കൊടുക്കുകയാണ്, പ്രതിനിധി ഉത്തരവാദിത്വം. ഓക്കെ, ഇത്രയുമാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ. യൂണിറ്റി ഓഫ് കമാൻഡ്, സ്പാൻ ഓഫ് കൺട്രോൾ, ഹോമോജീനിയസ് അസൈൻമെന്റ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ക്ലിയർ ആണോ? ആ 4 പേരുകൾ മാത്രം നിങ്ങൾ ബൈഹാർട്ട് ചെയ്തായാലും പഠിക്കാം. സിമ്പിൾ ആക്കി ഞാൻ പറഞ്ഞത് മാത്രം, എന്താണെന്ന് ഓരോന്നും എടുത്ത് പറഞ്ഞത് മാത്രം കേട്ടോ. അത് എക്സാമിന് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കില്ല. 4 പേരുകൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോ വളരെ കുറച്ച് ഇത്രയും ഭാഗങ്ങൾ എടുക്കുന്നുള്ളൂ. അപ്പൊ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഇതൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ലെങ്തി ആയിട്ട് അങ്ങനെ എടുത്തു പോകുന്നില്ല. എല്ലാവരും മാക്സിമം അവർക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് പോർഷൻസ് ആണ് എല്ലാ ടീച്ചേഴ്സും തന്നെ എടുക്കുന്നത് അല്ലെ. മൂന്നാമത്തേടോ ഹോമോജീനിയസ് അസൈൻമെന്റ്, അതായത് ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കില്ലേ നമ്മള്. ഇപ്പൊ ഒരു സെക്ഷനിലുള്ള സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങുകൾ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിട്ടല്ലാലോ ട്രെയിനിങ് കൊടുക്കുന്നത്. ഹോമോജീനിയസ് ഒന്നിച്ച് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കും. ഒരു ദിവസം ചിലപ്പോൾ അവർക്ക് ട്രെയിനിങ്സ് എടുക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന വളരെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ നന്നായിട്ട് വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇന്ന് തന്നെ നമ്മൾ വായിച്ചാലേ അത് മനസ്സിലാകുള്ളൂ. ഇന്ന് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സും അതുപോലെ തന്നെ വായിക്കുമ്പോൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് വായിക്കുകയാണെങ്കിൽ യാതൊരു പിടുത്തം കിട്ടില്ല. ഓക്കെ, എന്തായാലും മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. എഫേർട്ട് എടുത്ത് പഠിക്കുക കുറച്ച്. PG ആണല്ലോ, ഡിപ്ലോമ പോലെയല്ല അല്ലേ. അറിയാലോ നിങ്ങൾക്ക്, ഡിപ്ലോമ എന്ന് പറയുന്നത് ബേസിക് ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ബേസിക് ആണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോ അത് കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ എന്ന് പറയുമ്പോൾ, ബേസിക് കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ കുറച്ച് നമ്മള് കുറച്ച് എന്താ പറയാ, അത്രയും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. കുറച്ചും കൂടി വലിയ ചാപ്റ്റേഴ്സുകളാണ് അപ്പോ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ എഫേർട്ട് എടുക്കുക, എഫേർട്ട് എടുക്കുന്നതോട് എഫേർട്ട് എടുക്കുക. ഓക്കെ, ഓക്കെ, പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഞാൻ മാക്സിമം നിങ്ങളുടേതായ രീതിയിലോട്ട് അതിനെ മാറ്റി എന്താ പറയാ, ഇത്രയും കുറച്ച് ഞാൻ സിമ്പിൾ ആക്കിയിട്ടാണ് പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഒരുപാട് മെഡിക്കൽ ടേം ഒന്നും ഉപയോഗിക്കാതെ തന്നെ കുറച്ച് എക്സാമ്പിളൊക്കെ ഇടുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ എല്ലാം നല്ലപോലെ മനസ്സിലായോ? വെറുതെ പറയാനോ കേട്ടോ. പിന്നെ നിശയ്ക്കൊക്കെ നല്ലത് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ മനസ്സിലായാൽ മാത്രം പോരാ, പഠിക്കണം. അതാണ് നമ്മളുടെ ഡ്യൂട്ടി, പഠിക്കാൻ കൃത്യമായിട്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, ma'am.